പ്രകൃതി താണ്ഡവമാടിയ എന്നൊക്കെ നമ്മൾ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ചു പോകുന്ന, പെട്ടെന്നുണ്ടായ പ്രളയത്തിൽ ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് ഉത്തരാഖണ്ഡിൽ നിന്നും ധരാലി ഗ്രാമത്തിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. അതിപ്പോൾ ഈ അഭിലാഷ്, ഈ ദൃശ്യങ്ങൾ പകർത്തിയവർ ഇത് ഒരുപാട് ദൂരെ നിന്നാണ്, ഏതോ കെട്ടിടത്തിന് മുകളിൽ നിന്ന് പകർത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ്. അവർ ഏത് രീതിയിൽ അവിടെ ആളുകളെ അറിയിക്കുമെന്ന രീതിയിൽ കൂകി വിളിച്ചും ഒക്കെ മുന്നറിയിപ്പ് നൽകാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത് നോക്കൂ, അതിൻ്റെ വേഗത നോക്കൂ. ആ വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് കുത്തി ഒലിച്ചു വരികയാണ്. വലിയ ഒരു ദുരന്തം അത് കൺമുന്നിൽ കണ്ടതിൻ്റെ ആശങ്ക ഈ ദൃശ്യങ്ങൾ പകർത്തുന്നവർക്ക് പോലുമുണ്ട്. അശ്വതി, അതായത് ഉയരമുള്ള കെട്ടിടങ്ങളിൽ നിന്നെടുക്കുന്ന ആൾക്കാരെടുത്ത വീഡിയോകളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവർ തന്നെ തൊട്ടടുത്തുള്ളവരോടൊക്കെ എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ പറയുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോകളിൽ തന്നെ നമുക്ക് അവർക്ക് ഓടി രക്ഷപ്പെടാനുള്ള സമയം കിട്ടുന്നില്ല. കാരണം അത്രയും വേഗം, ശരവേഗത്തിലാണ് ഇത്തരത്തിൽ വെള്ളം അടിച്ച് ഒരു നദി മുഴുവനായിട്ട് ഒരു ഗ്രാമത്തിലേക്ക് കയറി വരുന്നത്. അവൾ കൂടെ ഉള്ളവരോട് ഓടി രക്ഷപ്പെടാൻ പറയുന്നുണ്ട്, രക്ഷപ്പെടൂ, ഇറങ്ങി ഓടൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ അപ്പോഴും നിലവിളിക്കുന്നത് ഈ വെള്ളം അടിച്ച് കയറിയ സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ ഓർത്തിട്ടാണ് അവർ നിലവിളിക്കുന്നത്. അവർക്ക് ഓടി രക്ഷപ്പെടാനുള്ള സമയമില്ല. ഒരു 2 മിനിറ്റൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇത്രയും ദൂരെ ഉള്ളവർക്ക് പോലും രക്ഷപ്പെടാനുള്ള സമയം. അവർ കണ്ണ് ചുമ്മി തുറക്കുന്ന സമയം തന്നെ ആ വെള്ളം നദിയിൽ നിന്ന് ഗ്രാമത്തിലേക്ക് കയറി നിരവധി വീടുകളെയും കെട്ടിടങ്ങളെയും നിലംപരിശാക്കിക്കൊണ്ട് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ ഭീതിപ്പെടുത്തുന്ന കാഴ്ച. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വയനാട് ചൂരൽമലയിൽ നമ്മൾ കണ്ടതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ അവിടുന്ന് കാണാൻ കഴിയുന്നത്. ഏറെ ദുഃഖപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ 250 മുതൽ 300 ആളുകൾ വരെ ഈ ഒരു ഉരുൾപൊട്ടലിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരു ഗ്രാമം മുഴുവൻ ബാധിക്കപ്പെട്ട സ്ഥിതിക്ക് ഇതായിരിക്കില്ല ഈ ഒരു അപകടത്തിൽ ബാധിക്കപ്പെട്ട ആൾക്കാരുടെ എണ്ണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒരു ഗ്രാമത്തെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലാണ് വെള്ളം ഇരച്ചു കയറുന്നത്. അത്രയും ഭീതിജനകമായ കാഴ്ചകളാണ് അവിടുന്ന് വരുന്നത്. ഇപ്പോൾ നിലവിൽ NDRF സംഘം ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വെള്ളം അവിടെ ഇപ്പോൾ അതിൽ നിന്ന്, ഈ ഒരു അപകടത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടവർക്ക് അവർക്ക് വേണ്ട സാധനങ്ങൾ, ഭക്ഷണം, വൈദ്യുതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പാക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിട്ടുണ്ട്. NDRF സംഘം സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ എത്തി മറ്റ് കാര്യങ്ങൾ നോക്കാനുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അവർക്ക് ഉത്തരവ് നൽകിയിട്ടുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ അവിടുന്ന് കൂടുതൽ വിവരങ്ങൾ, അതായത് എത്ര പേരാണ് ഇതിൽ അപകടത്തിൽപ്പെട്ടത്, നിലവിൽ 4 പേരെ കാണാതായിട്ടുണ്ട്, അതിൽ 4 പേര് മരിച്ചിട്ടുണ്ട്, 60ഓളം പേരെ കാണാതായിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ നമുക്ക് പുറത്തു വരുന്നു. ഇത് എല്ലാം പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളാണ്. വരുന്ന മണിക്കൂറുകളിൽ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ എടുത്തിട്ട് വേണം ഇതിൻ്റെ കൂടുതൽ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത വരാൻ. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ഈ സമയത്ത് അവിടെ ഒരു ഇന്ന് അവിടെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അതെല്ലാം വന്ന് റെഡ് അലർട്ടും കടന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉത്തരകാശിയിലെ ധരാളി ജില്ല എത്തിപ്പെടുകയായിരുന്നു. തീരെ നനച്ചിരിക്കാതെ സാധാരണയായി ഒഴുകിക്കൊണ്ടിരുന്ന ചെറിയ മഴ ഉണ്ടായിരുന്നു. ആ മഴ ഒരു പ്രശ്നമുണ്ടാകുന്നില്ല, സാധാരണ പോലെ ഒരു മഴ ആകുമെന്നാണ് അവിടെ നാട്ടുകാർ കരുതിയിരുന്നത്. പക്ഷേ അവരുടെ എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അവരുടെ എല്ലാവരുടെയും ഒരു തരത്തിലും നനച്ചിരിക്കാതെ ഉണ്ടായ ഒരു വലിയൊരു വിസ്ഫോടനം, അത് ഖീർഗംഗ നദിയിലേക്ക് മഴയായി എത്തുന്നു. ആ മഴവെള്ളം അത് നദിയിലേക്ക് ഇരച്ചു കയറിയ നദി ആ ധരാളി ജില്ലയിലേക്ക് ഒഴുകിയെത്തി ആ ഗ്രാമത്തിലെ വലിയ ബഹുനില കെട്ടിടങ്ങളടക്കം, ആളുകളുടെ വീടുകളടക്കം, ഹോട്ടലുകളടക്കം, കടകളും മറ്റ് സ്ഥാപനങ്ങളും അടക്കം എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഖീർഗംഗ നദി ഒഴുകിപ്പോകുന്ന ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൽ ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് തങ്ങൾക്ക് ഒരു വലിയ അപകടം തങ്ങളുടെ നേരെ എത്തുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ആളുകളുടെ വീഡിയോകളും ദൃശ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഏറെ ഭീതിപ്പെടുത്തുന്ന കാഴ്ചകളാണ് അശ്വതി നമുക്കിപ്പോൾ അവിടുന്ന് കാണാൻ കഴിയുന്നത്. കൂടുതലായിട്ടുള്ള ഒരു വലിയ ദുരന്തത്തിലേക്കൊന്നും പോകരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെങ്കിലും ഇപ്പോൾ നമുക്ക് കാണുന്ന കാഴ്ചകൾ അനുസരിച്ച് വലിയ രീതിയിലുള്ള ഒരു ദുരന്തത്തിലേക്കാണ് ഉത്തരാഖണ്ഡ് കടക്കുന്നത് എന്ന് വേണം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ. വരുന്ന മണിക്കൂറുകളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, ഇപ്പോൾ അങ്ങോട്ടേക്ക് കൂടുതൽ NDRF സംഘങ്ങളും മിലിറ്ററി അടക്കമുള്ള സംഘങ്ങൾ അവിടെ എത്തുന്നുണ്ട്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. 250 മുതൽ 300 ആളുകൾ വരെ അവിടുത്തെ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് വേണം ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ. എന്നാൽ ഒരു ഗ്രാമമാകുമ്പോൾ അവിടെ നിരവധി ആളുകൾ ഉണ്ടാവും. ഇതൊന്നും ആയിരിക്കില്ല ആളുകളുടെ എണ്ണം
നൂറുകണക്കിന് ആളുകളുള്ള ഒരു ഗ്രാമത്തിലേക്ക് ഒട്ടും നനച്ചിരിക്കാതെ ഒരു മലവെള്ളപ്പാച്ചിൽ വരുമ്പോൾ അവിടെ എത്ര പേർക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാകാം, ഇതിൽ നിന്ന് എത്ര പേർ ഈ വെള്ളപ്പാച്ചിലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ള കാര്യത്തിൽ നമുക്ക് വരും മണിക്കൂറുകളിൽ കാത്തിരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് പോലെ വലിയ ഭീതിപ്പെടുത്തുന്ന ഒരു തരത്തിലും അവർക്ക് നനച്ചിരിക്കാതെ പെട്ടെന്നുണ്ടായ ഒരു വെള്ളം ഖീർഗംഗ ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്ന ഖീർഗംഗ തങ്ങളുടെ ജീവിതത്തിലേക്ക് ഇരച്ചു കയറുമെന്ന് തീരെ പ്രതീക്ഷിക്കാത്ത ആൾക്കാരുടെ നിലവിളികളും കരച്ചിലുകളുമാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത്. അശ്വതി, അതാണ് അഭിലാഷ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു വലിയ മേഘവിസ്ഫോടനം ഉണ്ടാകുന്നു. തുടർന്നുണ്ടാകുന്ന മിന്നൽ പ്രളയത്തിൽ ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ചു പോകുന്ന ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഉത്തരാഖണ്ഡിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ കെട്ടിടങ്ങളടക്കം ഒരുമിച്ച് ഒലിച്ചു പോകുന്ന ആ ഭീകര ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ വലിയ നിലവിളികൾ കേൾക്കാം, ആളുകളുടെ രക്ഷപ്പെടാൻ പറഞ്ഞുകൊണ്ടുള്ള വലിയ നിലവിളികൾ കേൾക്കാം. പക്ഷെ അവർ വളരെ ദൂരത്തിരുന്നുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് കാണാം. अरे भाग गया, ये मेरी माँ झूले, मेरी माँ झूलो, छोटे बाबू, मामा चले गया सेफ जगह, मामा चले गया मंदिर जल्दी चल केदारनाथ चल बला वो मामा के लिए फोन करना। मामा चलेगा फोन कर। നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ഗ്രാമം ഒലിച്ചു പോകുന്നതിന്റെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഉത്തരാഖണ്ഡിലെ ധരാലി ഗ്രാമം അപ്പാടെ ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. നമുക്കറിയാം, ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം പ്രകൃതി മനോഹരമായ, ഒരുപാട് ആളുകൾ വിനോദയാത്രയൊക്കെ പോകുന്ന വളരെ മനോഹരമായ സ്ഥലമാണ് ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു പ്രദേശത്ത് ധരാലിയിലേക്കൊക്കെ നേരത്തെ മഴ മുന്നറിയിപ്പൊക്കെ അവിടെ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും നേരത്തെ അഭിലാഷ് രാധാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് അവിടെ ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ദുരന്തം, ഒരു പ്രകൃതി ദുരന്തം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. ഒരു വലിയ മേഘവിസ്ഫോടനം, തുടർന്നുണ്ടായ മിന്നൽ പ്രളയം, അത് ആ ഗ്രാമത്തെ ഒന്നടങ്കം തുടച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ കെട്ടിടങ്ങൾ ഒലിച്ചു പോയി. അഭിലാഷ്, അവിടെ നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ഇനിയുള്ള സമയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയുള്ള ഈ മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. രക്ഷാപ്രവർത്തനത്തിന്റെ സമയമാണ്. ഈ ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ എത്ര പേരെന്ന് കൃത്യമായ കണക്ക് വേണം. അതിനനുസരിച്ച് ഇവരൊക്കെ ഒരുപാട് പേരെ കാണാതായിട്ടുണ്ടാകും. ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 5 പേരാണ് മരിച്ചതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നത്. 60 പേരെ കാണാനില്ല എന്ന് പറയുമ്പോഴും ഇതിൽ കൂടുതൽ ആളുകൾ, നമ്മൾക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്തേക്കാണ് ഈ ദുരന്തത്തിന്റെ ഭീകരത എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറിൽ മനസ്സിലാകും. കാരണം ആ ദൃശ്യങ്ങൾ അത്രത്തോളം ഭീതിതമാണ്. അതെ അശ്വതി, ഈ വരുന്ന ദൃശ്യങ്ങൾ ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒരു ഖീർഗംഗ ഒഴുകി പോകുന്നു. ആ ഖീർഗംഗയിൽ നിന്ന് വെള്ളം ഇരച്ച് ഒരു ഗ്രാമത്തിലേക്ക് കയറുന്നു. ഒരു സുനാമിയെ പോലെ അതിശക്തമായ രീതിയിൽ ഒരു ഗ്രാമത്തിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നു. അത് 20 മുതൽ 25 വരെ കെട്ടിടങ്ങളെ അടിച്ചു തകർത്തുകൊണ്ട് നിരവധി കടകളും വീടുകളും മാർക്കറ്റുകളും ഒക്കെ ഇടിച്ചു തകർത്ത് അവിടെ മൊത്തം ചെളിയും മണ്ണുമാക്കി കൊണ്ട് ഈ വെള്ളം കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതിൽ പേടിച്ച് കരയുന്ന മനുഷ്യരെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ അവിടുത്തെ ഇന്ത്യൻ ആർമി, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, പിന്നെ മറ്റ് റെസ്ക്യൂ ടീംസ് എല്ലാം മേഖലയിൽ എത്തിയിട്ടുണ്ട്. ഈ സ്ഥലം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ ഹർഷിൽ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഏറ്റവും അടുത്തുള്ളൊരു സ്ഥലമാണ്. 10 കിലോമീറ്റർ മാത്രമേ ആ ഒരു വ്യത്യാസമുള്ളൂ. ആ സ്ഥലത്താണ് ഇത്തരത്തിൽ
ഇത്തരത്തിലൊരു മേഘവിസ്ഫോടനം ഉണ്ടായി വലിയൊരു ദുരന്തമുണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അവിടെ ഉത്തരാഖണ്ഡിലുള്ള ആൾക്കാർ മാത്രമാണോ, മറ്റ് രാജ്യങ്ങളിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ മനുഷ്യർ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. വളരെ അശ്വതി നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഗംഗാ നദിയൊക്കെ ഒഴുകി വരുന്ന, ഖീർ ഗംഗയൊക്കെ ഒഴുകി വരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ആ സ്ഥലത്ത് നിരവധി ടൂറിസ്റ്റ് ആളുകൾ എത്താറുള്ള സ്ഥലമാണ്. അപ്പോൾ ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ അവിടെ ഹോം സ്റ്റേകളുണ്ട്, ഹോട്ടലുകളുണ്ട്, അത്തരത്തിൽ നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഇതെല്ലാം ബാധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അങ്ങനെയാണെങ്കിൽ ഉത്തരാഖണ്ഡ് സ്വദേശികൾ, ഈ ധരാളി ഗ്രാമത്തിലുള്ള സ്വദേശികൾ മാത്രമാണോ, മറ്റ് ജില്ലകളിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും മറ്റ് രാജ്യങ്ങളിലെയും ആളുകൾ ഈ അപകടത്തിൽ പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ വളരെ വ്യക്തത ഇനി വരുന്ന മണിക്കൂറുകളാണ് വ്യക്തത വരേണ്ടത്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മഴ ഇനി തുടരാനുള്ള സാധ്യതയുണ്ട്. ഈ വരുന്ന 10-ാം തീയതി വരെ സംസ്ഥാനത്ത് ഉത്തരാഖണ്ഡിൽ മഴ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രക്ഷാപ്രവർത്തനം വരുന്ന മണിക്കൂറുകളിൽ മഴ തുടരുകയാണെങ്കിൽ ദുർഘടമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഈ കെട്ടിടം പൊളിഞ്ഞ് വീഴുന്ന സമയത്ത് ഈ നദിയിൽ നിന്ന് വരുന്ന ചെളിയും മണ്ണും, ഉരുൾപൊട്ടലുണ്ടായ മണ്ണും ചെളിയും എല്ലാം ഈ കെട്ടിടങ്ങളുടെ പുറത്തേക്ക്, അവശിഷ്ടങ്ങളുടെ പുറത്തേക്ക് വന്ന് മൂടും. അങ്ങനെയാണെങ്കിൽ കെട്ടിടത്തിന് അടിയിൽ അകപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെ രക്ഷിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ കടുപ്പമാകുന്ന